പശ്ചിമേഷ്യയിൽ ഇറാനുമായി തുടരുന്ന അതിരൂക്ഷമായ യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നതായി പുതിയ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേനയുടെയും വ്യോമസേനയുടെയും പ്രധാന ആക്രമണ നിരീക്ഷണ മാർഗമായ MQ-9 റീപ്പർ ഡ്രോണുകളിൽ 1/4 ഭാഗവും ഇറാൻ യുദ്ധമുഖത്ത് വെച്ച് തകർക്കപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രമുഖ അമേരിക്കൻ ദിനപത്രമായ വാഷിംഗ്ടൺ പോസ്റ്റ് മുതിർന്ന ആർമി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അമേരിക്കൻ സൈന്യത്തിൻ്റെ പക്കൽ ആകെ ഉണ്ടായിരുന്നത് ഏകദേശം 185 MQ-9 റീപ്പർ ഡ്രോണുകളായിരുന്നു. ഇതിൽ 165 എണ്ണം അമേരിക്കൻ വ്യോമസേനയുടെയും 20 എണ്ണം മറൈൻ കോർപ്സിൻ്റെയും സേവനത്തിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോഴുണ്ടായ വൻ തകർച്ചയോടെ അമേരിക്കയുടെ ആകെ ഡ്രോൺ ശേഖരത്തിൻ്റെ 25% പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആധുനിക സൈനിക ചരിത്രത്തിൽ ഒരു ചെറു യുദ്ധവിമാനത്തിൻ്റെ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ വ്യോമസേന നഷ്ടങ്ങളിലൊന്നാണിത്. സാമ്പത്തികമായി നോക്കുമ്പോൾ ഓരോ MQ-9 റീപ്പർ ഡ്രോണിനും അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക റഡാറുകൾ, സെൻസറുകൾ, മിസൈൽ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ ശരാശരി $3 കോടി ചെലവ് വരുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ ഇതുവരെ നഷ്ടപ്പെട്ട 45 ഡ്രോണുകൾ മൂലം അമേരിക്കൻ നികുതിദായകർക്ക് $1.3 ശതകോടി സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇത് കണക്കാക്കിയാൽ ഏകദേശം 11,000 കോടിയിലധികം ഇന്ത്യൻ രൂപ വരും. ഒരു പ്രാദേശിക യുദ്ധമുഖത്ത് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടം അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ ഭാരമായി മാറിക്കഴിഞ്ഞു. എന്നാൽ തകർന്നു വീണ എല്ലാ ഡ്രോണുകളും ഇറാൻ്റെ നേരിട്ടുള്ള മിസൈൽ ആക്രമണം മൂലം മാത്രമല്ല തകർന്നത് എന്നതും ശ്രദ്ധേയമാണ്. ആശയവിനിമയ ശൃംഖലകളിൽ ഉണ്ടായ സാങ്കേതിക വിദ്യയുടെ തകരാറുകളും ഇറാൻ്റെ കമ്മ്യൂണിക്കേഷൻ ജാമിംഗ് സംവിധാനങ്ങളും കാരണമാണ് ചില ഡ്രോണുകളുടെ നിയന്ത്രണം നഷ്ടമായി തകർന്നു വീണത്. ഇത് പെൻറ്റഗൺ സമ്മതിക്കുന്നുമുണ്ട്. ഇറാൻ്റെ അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതിക വിദ്യകൾ അമേരിക്കൻ ഡ്രോണുകളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. സൈനിക തലത്തിൽ ഈ ഡ്രോൺ നഷ്ടം സൃഷ്ടിച്ച ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇതിനോടകം തന്നെ അമേരിക്കൻ സെനറ്റിൽ ചർച്ചയായി കഴിഞ്ഞു. പെൻറ്റഗണിലെ മുതിർന്ന വ്യോമസേന ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ ഡേവിഡ് ടാബോർ അമേരിക്കൻ പ്രതിനിധികളെ അറിയിച്ചത് തങ്ങളുടെ പക്കലുള്ള സജീവ റീപ്പർ ഡ്രോണുകളുടെ എണ്ണം 135 കുത്തനെ താഴ്ന്നു എന്നതാണ്. ആയുധശേഖരത്തിലുണ്ടായ ഈ കനത്ത ഇടിവിൽ താൻ അതീവ ആശങ്കാകുലനാണെന്നും നഷ്ടപ്പെട്ട ഡ്രോണുകൾക്ക് പകരം പുതിയവ എത്രയും വേഗം സേനയിൽ എത്തിക്കാനുള്ള വഴികൾ തേടുകയാണെന്നും അദ്ദേഹം സേനയെ അറിയിച്ചിട്ടുണ്ട്. 2007 അമേരിക്കൻ സൈന്യത്തിൻ്റെ ഭാഗമായ MQ-9 റീപ്പർ ഡ്രോണുകൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി പശ്ചിമേഷ്യയിലും മറ്റ് സംഘർഷ മേഖലകളിലും അമേരിക്കയുടെ പ്രധാന ആയുധമായിരുന്നു. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് തുടങ്ങിയ യുദ്ധഭൂമികളിലും ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിലും ശത്രുക്കളെ തന്ത്രപരമായി കണ്ടെത്താനും കൃത്യതയോടെ വധിക്കാനും അമേരിക്ക ഉപയോഗിച്ചിരുന്നത് ഈ ഡ്രോണുകളായിരുന്നു. എന്നാൽ ഇത്തരം പരമ്പരാഗതമായ യുദ്ധമുറകളിൽ നിന്ന് വ്യത്യസ്തമായി സമാനമായ സാങ്കേതിക ശേഷിയുള്ള ഒരു രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഈ ഡ്രോണുകൾ പരാജയപ്പെടുന്നു എന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹോർമുസ് കടലിടുക്കിലും അറബിക്കടലിലും നടക്കുന്ന നിരീക്ഷണങ്ങൾക്കും കൃത്യമായ ആക്രമണങ്ങൾക്കുമാണ് അമേരിക്ക ഈ ഡ്രോണുകളെ പ്രധാനമായും വിന്യസിച്ചിരുന്നത്. എന്നാൽ മണിക്കൂറിൽ കുറഞ്ഞ വേഗതയിൽ പറക്കുന്നതും താരതമ്യേന വലിപ്പമേറിയതുമായ ഈ ഡ്രോണുകൾ ഇറാൻ്റെ അത്യാധുനിക മിസൈലുകൾക്ക് എളുപ്പത്തിൽ ലക്ഷ്യമാക്കാൻ സാധിക്കുന്ന ഇരകളായി മാറുകയായിരുന്നു. വ്യോമസുരക്ഷ ശക്തമാക്കിയ മേഖലകളിൽ ഇവിടെ കാര്യക്ഷമത ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കൻ ഡ്രോണുകൾക്കേറ്റ ഈ വൻ തിരിച്ചടി ഇന്ത്യയെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. 2024 അമേരിക്കയുമായി ഒപ്പുവെച്ച ചരിത്രപരമായ കരാർ പ്രകാരം ഇന്ത്യൻ സായുധ സേനകൾക്കായി 31 MQ-98B റീപ്പർ ഡ്രോണുകൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. 2029 മുതൽ ഈ ഡ്രോണുകളുടെ വിതരണം ഇന്ത്യക്ക് ലഭിച്ചു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യത്തിൻ്റെ കൈവശമിരുന്നിട്ടും ഈ ഡ്രോണുകൾ കൂട്ടത്തോടെ തകർക്കപ്പെടുന്നു എന്നത് ഇന്ത്യയുടെ സൈനിക വൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇന്ത്യൻ അതിർത്തികളിലും സമുദ്രമേഖലയിലും നിരീക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് വാങ്ങുന്ന ഈ ഡ്രോണുകൾക്ക് ചൈനയോ പാകിസ്ഥാനോ പോലുള്ള ശത്രുരാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അതിജീവിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അമേരിക്കൻ ഡ്രോണുകൾക്ക് ഇറാന് മുന്നിൽ സംഭവിച്ച ദുരന്തം ഇന്ത്യ ഭാവിയിൽ നടപ്പിലാക്കാൻ പോകുന്ന പ്രതിരോധ കരാറുകളുടെ പുനഃപരിശോധനയ്ക്ക് കാരണമായേക്കാം. കൂടാതെ അമേരിക്കൻ സ്വന്തം ഡ്രോൺ വ്യൂഹത്തെ പുനഃസ്ഥാപിക്കാൻ അടിയന്തര പ്രാധാന്യം നൽകുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കുള്ള വിതരണത്തിൽ കാലതാമസം നേരിടാനും സാധ്യതയുണ്ട്. നിലവിൽ ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് പെട്ടെന്ന് ഇത്രയധികം ഡ്രോണുകൾ നിർമ്മിച്ചു നൽകാനുള്ള വ്യാവസായിക ശേഷി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ഇന്ത്യയിലേക്കുള്ള വിതരണ സമയത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. യുദ്ധരംഗത്ത് ദശലക്ഷക്കണക്കിന് ഡോളർ വില വന്നിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ നിമിഷനേരം കൊണ്ട് തകർക്കപ്പെടുന്നത് അമേരിക്കൻ പ്രതിരോധ നയങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ്.
ചെലവ് കുറഞ്ഞ ആന്റി ഡ്രോൺ സംവിധാനങ്ങളും ഡ്രോൺ വിരുദ്ധ മിസൈലുകളും ഉപയോഗിച്ച് വില കൂടിയ ഡ്രോണുകളെ തകർക്കാൻ സാധിക്കുന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഭൂപടം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. പെന്റഗണിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട 45 ഡ്രോണുകൾക്ക് പകരം പുതിയവ കണ്ടെത്തുക എന്നത് വലിയൊരു ബജറ്റ് വെല്ലുവിളിയാണ്. യുദ്ധച്ചെലവുകൾ കുത്തനെ ഉയരുന്നതിനിടെ ഇത്രയും വലിയ തുക ഡ്രോണുകൾക്കായി മാത്രം മാറ്റി വയ്ക്കുക എന്നുള്ളത് വലിയ ചർച്ചയായിട്ടുണ്ട്. അമേരിക്കൻ സൈന്യത്തിന് സംഭവിച്ച ഈ ആൾനാശമില്ലാത്ത നഷ്ടം പോലും അവരുടെ സൈനിക പ്രതിച്ഛായയെ വൻതോതിൽ ബാധിച്ചു കഴിഞ്ഞു. ശത്രുരാജ്യങ്ങളുടെ ശേഷി കുറച്ചു കണ്ടതാണ് പെന്റഗണിന് പറ്റിയ പ്രധാന അബദ്ധമെന്ന് അന്താരാഷ്ട്ര സൈനിക വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആധുനിക യുദ്ധങ്ങളിൽ ഡ്രോണുകൾക്ക് മാത്രമായി മേധാവിത്വം പുലർത്താൻ സാധിക്കില്ലെന്ന പാഠമാണ് ഈ യുദ്ധം നൽകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ സങ്കീർണമായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഡ്രോണുകൾ യുദ്ധകളത്തിലേക്ക് അയക്കുന്നതിൽ പെന്റഗൺ ഇപ്പോൾ മടി കാണിക്കുന്നുണ്ട്. കൂടുതൽ നഷ്ടങ്ങൾ ഒഴിവാക്കാനായി വ്യോമസേനാ തന്ത്രങ്ങളിൽ അടിയന്തര മാറ്റങ്ങൾ വരുത്താൻ അമേരിക്ക നിർബന്ധിതരായിരിക്കുകയാണ്. അമേരിക്കൻ ഡ്രോണുകൾ നേരിട്ട ഈ വൻ തകർച്ച വരും ദിവസങ്ങളിൽ അമേരിക്കൻ കോൺഗ്രസിലും വലിയ ബഹളങ്ങൾക്ക് കാരണമാകുമെന്നാണ് സൂചന.